പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന വലിയ പാപങ്ങളാണ് അഹങ്കാരവും അസൂയയും വിദ്വേഷവുമെല്ലാം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് നാം അകന്നു പോകുന്നു എന്ന് പ്രഭാഷകൻ 10:12 പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 14 തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് തിരുവചനം പറയുന്നു. ചുങ്കക്കാരും ഫരിസേയനും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. അവൻ നീതിമാനായി പരിഗണിക്കപ്പെട്ടു. എന്നാൽ ഫരിസേയൻ താൻ ചെയ്ത വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവം സ്വീകരിച്ചില്ല. അപ്പോൾ അഹങ്കാരികളെ ദൈവം മറച്ചിടുകയും എളിമ ഉള്ളവരെ ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ എളിമയോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായി ഉയർത്തുകയാണ് ചെയ്തത്. 1 പത്രോസ് 5:5 ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് തിരുവചനം പറയുന്നു. പിശാചിന് ദൈവത്തോട് തോന്നിയ അസൂയയാണ് അനുസരണക്കേടായി മാറിയത്. അത് ആദത്തെയും ഹവ്വായെയും കൽപ്പനകൾ ലംഘിക്കാൻ ഇടവരുത്തി. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16 എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടുകളും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. അപ്പോൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതിൽ അസൂയയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എബ്രായർ 12:15 ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുന്നത് അസൂയയാണെന്ന് പറയുന്നുണ്ട്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിലുള്ള വിദ്വേഷവും അസൂയയും അഹങ്കാരവും എല്ലാം നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. അവയിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുമ്പോഴാണ് ഹൃദയത്തെ നിർമ്മലമാക്കി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.